ത്രിബിൾ മോഡ് കണക്ഷൻ വരുന്ന ഈ യൂണിക് ട്രാൻസ്പെറൻറ്റ് മൗസ് ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. ത്രിബിൾ മോഡ് എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് 1, ബ്ലൂടൂത്ത് 2, പിന്നെ 2.4 GHz വേറൊരു മോഡ്. അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് ആണ് വരുന്നത്. 400 mAh ബാറ്ററി വരുന്നുണ്ട്. 30 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഞാനിത് കുറച്ച് നേരം യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ്. ഇതിൻ്റെ ലുക്ക് തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്ക് നമ്മളെ ഒരു യുണീക്കാക്കും. ഈ ഒരു ഡിവൈസ് നിങ്ങൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് വന്ന് നോക്കും, ഏതാണ് ഡിവൈസ് എന്നൊക്കെ നോക്കും. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ പറയാം, ആർട്ടിക് ഫോക്സ് പ്രിവ്യൂ എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. നിങ്ങൾക്ക് ആമസോണിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പല പല കളറിനകത്ത് അവൈലബിൾ ആണ്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ബീൻ പേസ്റ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു കളറാണ്. അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ പല കളറുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു കേസ് മാഗ്നറ്റിക് കേസാണ്, നിങ്ങൾക്കത് ഊരാൻ പറ്റും. അതിനകത്താണ് ഈ 2.4 GHz നാനോ റിസീവർ ഇരിക്കുന്നത്. അതുപോലെ തന്നെ 2 ബട്ടൺസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഈ റൈറ്റ് സൈഡ് കാണുന്നത് ഒരു ബാറ്ററി, നമ്മുടെ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്ററും കൂടെ അതിനകത്തുണ്ട്. അതിനകത്ത് ഒരു കീ എന്ന് പറയുന്നത് ഇവർ പറയുന്നത് ബോസ് കീ എന്നാണ്. നമുക്ക് ഹോമിനകത്തേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഒരു ഫസ്റ്റത്തെ കീ. സെക്കൻഡത്തെ കീ ആണ് DPI അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കീ. 800, 1200, 1600, 2400 ഈ ഒരു ലെവൽ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അതൊക്കെ വർക്കിംഗ് ആണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഇപ്പം യൂണീക്ക് ഗാഡ്ജറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിനകത്ത് യാതൊരു തർക്കമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ യൂസ്ഫുൾ ആവുന്ന ഒരു ഗാഡ്ജറ്റും കൂടിയാണ്. നിങ്ങൾക്ക് ഡെയിലി ലൈഫിനകത്ത് യൂസ് ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കി കാണുന്ന 2 ബട്ടൺ, ഒന്ന് ഓൺ ഓഫ്, പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു മോഡുകൾ സ്വിച്ച് ചെയ്യാനുള്ള ബട്ടൺസാണ്. ഞാൻ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ മോഡുകൾ സ്വിച്ച് ചെയ്യാനുള്ള ബ്ലൂടൂത്ത് 1 വേണോ, 2 വേണോ, അതുപോലെ 2.4 GHz വേണോ, ഏത് വേണമെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ബാറ്ററി ഇൻഡിക്കേറ്ററാണ് കാണുന്നത്. 4 ലെവൽ ഇൻഡിക്കേറ്ററാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ബാറ്ററി കഴിഞ്ഞിട്ട് തീർന്നോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസിൽ തന്നെ കാണിക്കും ഇത്ര ശതമാനമാണ് ബാറ്ററി ചാർജ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ഇതിനകത്തൊരു ടൈപ്പ് സി കേബിൾ നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ നേരത്ത് ഇതേപോലെ ഒരു ആർട്ടിക് ഇവരുടെ ബ്രാൻഡിൻ്റെ ആ ഒരു ഏരിയ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ ഗ്രീൻ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതുപയോഗിച്ചെന്ന് എനിക്ക് മനസ്സിലായത് ഇതൊരു യൂണീക്ക് ഗാഡ്ജറ്റാണ്. നിങ്ങൾക്കത് കൈ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓവറോൾ പെർഫോമൻസും കുഴപ്പമില്ല. യൂസ് ചെയ്ത് നോക്കിയാൽ എനിക്ക് വലിയ മേജർ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഞാൻ കുറേ നാളായിട്ട് ഒരു ഡെല്ലിൻ്റെ ഒരു വയർലെസ് മൗസാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് എനിക്ക് ക്ലിക്ക് ചെയ്യാൻ നേരത്തുള്ള കിട്ടുന്ന ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ എനിക്ക് ആ ഡെല്ലി തന്നെയാണ്. അത് ഞാൻ ഒരു വർഷം കുറേ നാളായിട്ട് അത് യൂസ് ചെയ്യണോണ്ടായിരിക്കും അത് തന്നെയാണ്. ഇതിൻ്റെ ക്ലിക്ക് കാര്യങ്ങളൊക്കെ അത്രയും എനിക്കൊരു ഫീൽ കിട്ടുന്നില്ല. ഒരു ചെറിയൊരു ടൈറ്റുള്ള പോലെ അത്രയും ടൈറ്റൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും ക്ലിക്ക് ഫീൽ കിട്ടുന്നത് എനിക്ക് ഡെല്ലിൻ്റെ ആ മൗസ്. അത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് 1000 മേളിലാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 699 രൂപയാണ് ഇപ്പം ആമസോണിനകത്ത് കിടക്കുന്ന പ്രൈസ്. അപ്പം അത് മാത്രമാണ് എനിക്ക് ഡിഫറൻസ് ഇത് തോന്നിയത്. ബാക്കിത്തെ എല്ലാം ഓവറോൾ ഗുഡാണ്.